മനോജ് മേനോൻ നമുക്ക് ഒപ്പം തുടരുന്നുണ്ട്. മനോജ്, ഇപ്പോൾ 2022 ബീഹാറിലെ സെൻസസിന്റെ കണക്കുകൾ പരിശോധിക്കായിരുന്നു. 17.1 മറ്റാണ് 17% അവിടുത്തെ മുസ്ലിം ജനസംഖ്യ. ആകെയുള്ള 243 നിയമസഭാ മണ്ഡലങ്ങളിൽ അതിൽ 70 ഇടങ്ങളിലെങ്കിലും വലിയ തോതിൽ മുസ്ലിം സാന്നിധ്യമുണ്ട്. മാത്രമല്ല സീമാഞ്ചൽ മേഖലയിൽ 24 മണ്ഡലങ്ങളിലും സാന്നിധ്യമുണ്ട്. അതിൽ 5 മണ്ഡലങ്ങളിൽ മുസ്ലിം പോപ്പുലേഷനാണ് കൂടുതലും. അപ്പോൾ യാദവ മുസ്ലിം ഇക്വേഷൻ വർക്കൗട്ട് ചെയ്താൽ മഹാഗഠബന്ധന് അധികാരത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയും. കഴിഞ്ഞ തവണ മജ്ലിസ് പാർട്ടി വരുത്തിയ വോട്ട് കട്ടിംഗ് അത് ഇത്തവണ ഉണ്ടാകില്ല എന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ പൂർണിയയിലേക്ക് മണ്ഡലങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ, പൂർണിയൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ BJP ആണ് ലീഡ് ചെയ്യുന്നത്. BJPയുടെ പട്ടിക എടുത്താൽ BJPയുടെ പട്ടികയിൽ ഒറ്റ മുസ്ലിം കാൻഡിഡേറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ആ മുന്നണിക്കുള്ളിൽ ആകെ 7 സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ഹിന്ദുത്വ ഓറിയന്റഡ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് അവിടെ സംഭവിച്ചത്. ഈ യാദവ മുസ്ലിം പരീക്ഷണം പാളിപ്പോകുന്നത് എങ്ങനെയാണ്? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസും RJDയും? രതീഷ്, ഈ മുസ്ലിം വോട്ടുകളെ സംബന്ധിച്ച് ഇത്തവണ നമ്മൾ വിലയിരുത്തുമ്പോൾ 2 സമീപനങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ഒന്ന് NDA കൈക്കൊണ്ട സമീപനം, മറ്റൊന്ന് മഹാസഖ്യം അല്ലെങ്കിൽ RJD സ്വീകരിച്ചിരിക്കുന്ന സമീപനം. ഇതിനകത്ത് NDA സ്വീകരിച്ചിരിക്കുന്ന സമീപനം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. NDA രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കുറി മുസ്ലിം സ്ഥാനാർത്ഥികളെ വളരെ പരിമിതമായ തോതിൽ മാത്രമാണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ NDA സഖ്യം മത്സരിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണത്. BJP ഒരൊറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിച്ചിട്ടില്ല. BJPക്ക് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് യാതൊരു പിന്തുണയും ലഭിക്കുകയില്ല എന്നുള്ള മുൻകൂട്ടിയുള്ള ധാരണ പ്രകാരം തന്നെയാണ് ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള ധാരണയിലേക്ക് BJP എത്തിയത്. അതേസമയം തന്നെ സാധാരണ നിലയിൽ കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന JDUവും ഇക്കുറി സീറ്റ് നില പരിമിതപ്പെടുത്തി എന്നുള്ളതാണ് ആ രാഷ്ട്രീയത്തിൻ്റെ ആന്തരാർത്ഥം, ആ രാഷ്ട്രീയത്തിൻ്റെ വളരെ ഗൗരവതരമായ തലം. BJPയുടെ സമീപനത്തിന് അനുകൂലമായ നിലയിൽ തന്നെ പുതിയൊരു രാഷ്ട്രീയ സമീപനം JDU സ്വീകരിക്കുകയായിരുന്നു. JDU മത്സരിപ്പിച്ചത് 5 സ്ഥാനാർത്ഥികളെയാണ്. കേവലം 5 മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രമാണ് JDU മത്സരിപ്പിച്ചത്. 2 സ്ഥാനാർത്ഥികൾ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാണ്. അങ്ങനെ 7 സ്ഥാനാർത്ഥികൾ മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഇക്കുറി NDA സഖ്യത്തിലുണ്ടായത്. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, BJPക്ക് സാധാരണ നിലയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് പിന്തുണ ലഭിക്കുകയില്ല എന്നുള്ള മുൻകൂർ ധാരണ. മറ്റൊന്ന്, BJP സ്വീകരിച്ച ചില സമീപനങ്ങളെ ഇക്കുറി JDU പിന്തുണച്ചതിന് ഉണ്ടായിട്ടുള്ള ഒരു സമീപന വ്യത്യാസം കൂടിയുണ്ട്. വഖഫ് ബില്ല്, അതുപോലെ പൗരത്വ നിയമം തുടങ്ങിയിട്ടുള്ള നിലപാടുകളെ അല്ലെങ്കിൽ നിയമങ്ങളെ ഇക്കുറി JDU പിന്തുണച്ചതിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ എതിർപ്പുകളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കേണ്ടതില്ലെന്നും പകരം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിൽ ശ്രദ്ധിക്കാം എന്നുള്ളതുമായിരുന്നു ഇക്കുറി NDAയുടെ സമീപനം. ആ സമീപനമാണ് ഇക്കുറി BJP ആ മേഖലകൾ സ്വീകരിച്ചത്. അതാണ് ഒരുപക്ഷെ ഇക്കുറി അവിടെ വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മുസ്ലിം സ്ഥാനാർത്ഥികളെ ആശ്രയിക്കുന്നതിന് പകരം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ഇത്തരം മേഖലകളിൽ ഇപ്പോൾ പൂർണിയയിലായാലും അതുപോലെ തന്നെ മിഥിലാഞ്ചൽ മേഖലകളിലെല്ലാം തന്നെ അവർ സ്വീകരിച്ചിരിക്കുന്ന സമീപനം അതായിരുന്നു. മറ്റൊന്ന്, RJDയുടെ മുസ്ലിം വോട്ടുകളോടുള്ള സമീപനം. RJDക്ക് പരമ്പരാഗതമായിട്ട് മുസ്ലിം വോട്ടുകൾ ലഭിക്കുന്ന മേഖലകളാണ് സീമാഞ്ചലും മിഥിലാഞ്ചലും. പരമ്പരാഗതമായിട്ട് തന്നെ കാലങ്ങളായിട്ട് തന്നെ RJDക്കോ അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിനോ ഒപ്പം നിന്നിട്ടുള്ള വോട്ട് ബാങ്കാണ് സീമാഞ്ചൽ മിഥിലാഞ്ചൽ മേഖലയിലുള്ള മുസ്ലിം വിഭാഗങ്ങൾ. പക്ഷേ തിരിച്ചടിയായി. ഇപ്പോൾ 2010 30 മുസ്ലിം സ്ഥാനാർത്ഥികളെ അന്ന് RJD മത്സരരംഗത്തിൽ അതിൽ 6 പേർ മാത്രമാണ് വിജയിച്ചത്. കോൺഗ്രസിനും അത്തരത്തിൽ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നു. 49-ൽ 3 പേരെ മാത്രമാണ് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ ഭൂരിപക്ഷ പ്രദേശം അത് കണക്കുകൾ പ്രകാരമുള്ള കിഷൻഗഞ്ച്, കസ്ബ, ബഹാദൂർഗഞ്ച് എന്നിവിടങ്ങളിലൊക്കെയാണ് ഈ തിരിച്ചടിയേറ്റത്. അപ്പോൾ ഈ യാദവ മുസ്ലിം ഇക്വേഷൻ പരാജയപ്പെടുന്നുണ്ട് എന്നത് അതിൻ്റെ സൂചനകൾ നേരത്തെ തന്നെ പ്രകടമായിരുന്നു. അത് തിരിച്ചറിയാതെ പോവുകയായിരുന്നു. രതീഷ്, 2010 ശരിയാണ്, 2010 മഹാസഖ്യത്തിന് മുസ്ലിം മേഖലയിൽ നിന്ന് തിരിച്ചടിവുണ്ടായി. പക്ഷേ 2015 സ്ഥിതി മാറി. 2015 വീണ്ടും മഹാസഖ്യത്തോടൊപ്പം ഈ മുസ്ലിം വിഭാഗങ്ങൾ നിന്നു. എന്നാൽ 2020 പിന്നെയും ചിത്രം മാറി. 2020 OICയുടെ സാന്നിധ്യം കൊണ്ട് വീണ്ടും ചിതറി. അപ്പോൾ 2015 തിരിച്ചെടുത്തിരുന്നു, 2020 വീണ്ടും നഷ്ടപ്പെട്ടു. 2025 തിരിച്ചു പിടിക്കാമെന്നുള്ളതായിരുന്നു മഹാസഖ്യത്തിൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ മഹാസഖ്യത്തിനോടുള്ള അല്ലെങ്കിൽ മഹാസഖ്യ നേതൃത്വത്തോടുള്ള ചില വിയോജിപ്പുകൾ മുസ്ലിം സമുദായത്തിനിടയിൽ ഇക്കുറി രൂപപ്പെട്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉപമുഖ്യമന്ത്രിയായിട്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെ പ്രഖ്യാപിച്ചില്ല എന്നുള്ള വലിയ അതൃപ്തി മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. വികാസ് ഇൻസാൻ പാർട്ടിയുടെ മല്ല വിഭാഗത്തിൽ നിന്നുള്ള സാഗ്നിയെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമ്പോൾ 17.7% പ്രാതിനിധ്യമുള്ള മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു ഉപമുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് മഹാസഖ്യം തയ്യാറായില്ല എന്ന അതൃപ്തി മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെയും ഇത്തരം പ്രാദേശിക തലങ്ങളിൽ ഒക്കെ തന്നെ പ്രാദേശികമായ തർക്കങ്ങൾ സമുദായങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നു.
നിലനിൽക്കുന്നുണ്ട്. ആ തർക്കങ്ങൾ മനസ്സിലാക്കാനോ അതിനെ രാഷ്ട്രീയപരമായിട്ട് പിന്നെ കൈകാര്യം ചെയ്യാനോ RJDക്കോ അല്ലെങ്കിൽ മഹാസഖ്യത്തിനോ സാധിച്ചിട്ടില്ല. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധന തൊഴിൽ ചെയ്യുന്ന സമൂഹത്തിനിടയിൽ തന്നെ പലതരത്തിലുള്ള ജാതി പിരിവുകളുണ്ട്. ആ ജാതി പിരിവുകളെ സമർത്ഥമായി ഉപയോഗിക്കാനോ ആ ജാതി പിരിവുകളുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനോ RJD നേതൃത്വത്തിനോ അല്ലെങ്കിൽ പിന്നെ മഹാസഖ്യ നേതൃത്വത്തിനോ ഇവർ കഴിഞ്ഞില്ല. അപ്പോൾ പ്രായോഗികമായ തലത്തിൽ NDA ഇടപെട്ടതിന് സമാനമായൊരു നീക്കം മഹാസഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് താഴെത്തട്ടിലേക്ക് ഉണ്ടായിട്ടില്ല, സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഇക്കുറി ഉണ്ടായിട്ടുള്ള അതൃപ്തി പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കാനായിട്ട് RJDക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിനുള്ള പ്രാതിനിധ്യം സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതിഫലിച്ചില്ല എന്നുള്ള ഒരു അതൃപ്തിയും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ 17.7% ഉണ്ടായിട്ടും വേണ്ടത്ര പ്രാതിനിധ്യം സ്ഥാനാർത്ഥി പട്ടികയിൽ ലഭിച്ചില്ല എന്നുള്ളൊരു അതൃപ്തി മഹാസഖ്യത്തോട് മുസ്ലിം വിഭാഗത്തിനുണ്ടായിരുന്നു. ഇത്തരം അതൃപ്തികൾ ഒന്നും തന്നെ പരിഹരിക്കാനുള്ള നീക്കം മഹാസഖ്യത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പിന്നെ തേജസ്വി യാദവിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ RJDയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഇത്തരം യാഥാർത്ഥ്യങ്ങളാണ് ഇക്കുറി വോട്ടുകളായിട്ട് മാറുകയും അതൊരു പക്ഷേ പ്രതിഷേധ വോട്ടുകളായിട്ട് വീഴുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറം NDAക്കൊപ്പം തന്നെ NDAക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ അടിസ്ഥാനപരമായ ജാതി സമവാക്യങ്ങളെ വിപുലീകരിക്കാൻ സാധിച്ചു. രതീഷ് നേരത്തെ സൂചിച്ച പോലെ MY ഫോർമുലയിൽ ഒതുങ്ങി നിൽക്കാനായിട്ട് പിന്നെ RJDയും അല്ലെങ്കിൽ മഹാസഖ്യവും ശ്രമിച്ചപ്പോൾ ഇവർ NDA സഖ്യം തങ്ങളുടേതായ പരമ്പരാഗതമായ ജാതി സമവാക്യങ്ങളെ വിപുലീകരിക്കാനും വോട്ട് ബാങ്ക് വിപുലീകരിക്കാനും സാധിച്ചു. യുവാക്കളെ ആകർഷിക്കാനായിട്ട് തേജസ്വി യാദവ് മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും അത് കേവലം വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളോ മാത്രമായിട്ടാണ് അവിടുത്തെ യുവസമൂഹം ഉൾക്കൊണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. കാരണം ഒരു ഭാഗത്ത് വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയും വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിട്ടുള്ളൊരു ഭരണ സംവിധാനം നിലനിൽക്കുന്നു, മറുഭാഗത്ത് കഴിഞ്ഞ 15 വർഷമായിട്ട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിനേതിനാണ് വിശ്വാസ്യത എന്നതിന്റെ ആ ബലാബലമാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച മുകേഷ് സാഹ്നിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി വെറും ഒരു സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. മല്ല സമുദായത്തിന്റെ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് MGB അങ്ങനെ ഒരു മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട സമുദായമാണ്. ഞാൻ മല്ലയുടെ മകനാണ്. അതെ, പക്ഷെ അത് വർക്ക് ചെയ്തില്ല. വെറും ഒരു സീറ്റിൽ മാത്രമാണ് VIP ലീഡ് ചെയ്യുന്നത്. 4 സീറ്റുകൾ രതീഷ് 4 സീറ്റുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലിബറേഷൻ ലീഡ് ചെയ്യുകയാണ്. വാരിസ് നഗറിൽ 773 വോട്ടുകൾക്കും പാലിഗഞ്ചിൽ 859 വോട്ടുകൾക്കും തരാരിയിൽ 1215 വോട്ടുകൾക്കും ഘോസിയിൽ 1065 വോട്ടുകൾക്കും 4 സീറ്റുകളിൽ CPI